ഹായ്, എല്ലാവരും മെഡിക്കൽ കോഡിംഗ് എന്നുള്ള വേർഡ് ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരുപാട് മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. സോ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് നമുക്ക് സൗദരടുത്ത് ചോദിക്കാം. ഓക്കെ, മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് ഡോക്ടറിനെ കാണാൻ വരുന്ന ആ സമയം തുടങ്ങി ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സപ്ലൈസ്, ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് കോഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ 5 ഡിജിറ്റ് കോഡുകളായിട്ടോ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. സോ പിന്നെയുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. ആർക്കൊക്കെ പഠിക്കാം, ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇതുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റും? നമ്മൾ ഈ കോഡിങ്ങിനകത്ത് പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അനാറ്റമി, ICD, CPT, HCPCS, ഈ 4 സബ്ജക്ട്സ് ആണ്. അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും 10th പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടെർമിനോളജി, റൂട്ട് വേർഡ്സ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അനാറ്റമി ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ദെൻ കംസ് ICD, CPT. ഇത് രണ്ടുമാണ് ആക്ച്വൽ കോഡിംഗ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ സബ്ജക്ട്സ് നോക്കി. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാവുക പ്ലേസ്മെന്റ് അസിസ്റ്റൻസിലായിരിക്കും. സോ എന്താണ് നമ്മുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എങ്ങനെയാണ്? നമ്മൾ അലിഫിന് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽത്ത് കെയർ ക്ലിനിക്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ദെൻ IT കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോഡേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ, ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. യെസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ MBBS അതുപോലെ തന്നെ നഴ്സിംഗ് ഇതൊന്നും പഠിക്കാൻ പറ്റണം എന്നില്ല അല്ലേ? പക്ഷെ നമുക്കൊരു മെഡിക്കൽ കരിയർ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. സോ ഒരു 2 months ഡ്യൂറേഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കരിയർ സെറ്റ് ചെയ്യാം, അതും ഒരു പ്രൊഫഷണൽ മെഡിക്കൽ കോഡർ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു UAE ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് 6 months. അതിന്റെ ഡീറ്റെയിൽസ് ഷിംന പറയും. അലിഫിന്റെ ഒരു പ്രത്യേകതയാണ് സൗദ ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മളൊരു UAE ഇന്റേൺഷിപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സിന് പുറമെ 6 മാസത്തെ UAE ഇന്റേൺഷിപ്പ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ച് വിടുന്നതിന് പകരം ജസ്റ്റ് അവർക്ക് എക്സ്പീരിയൻസും കൂടെ, അതായത് എന്താണ് ഈ ജോബ് എന്നുള്ളൊരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും.